ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ബീഫ് ബനാന റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് ബീഫ് ബനാന റോൾ. ഇത് നമുക്ക് ഇഫ്താറിനും വൈകുന്നേരം ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബീഫ് ബനാന റോൾ ഉണ്ടാക്കാമെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ബീഫ് ബനാന റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ബീഫിൻ്റെ ഒരു മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മൂന്നും കൂടി 1 ടേബിൾ സ്പൂണേ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് സോട്ടായി വരുമ്പോൾ അതിലേക്ക് 1 സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സവാളയിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സവാള പെട്ടെന്ന് സോട്ടായി വരാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇനി മിക്സ് ചെയ്തെടുക്കണം. പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറിയിട്ട് നമ്മൾ വേവിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. അത് ഞാനിവിടെ മിക്സ് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 2 മിനിറ്റ് ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ബീഫ് മസാല റെഡിയാകും. ഇപ്പോൾ ബീഫ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി ബീഫ് ബനാന റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഇനി നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ നീളത്തിൽ നമ്മൾ ഈ നേന്ത്രപ്പഴം മുറിച്ചെടുക്കാം. ഇപ്പോൾ പഴമൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നെയ്യിൽ വാട്ടിയെടുക്കണം. അതിനായിട്ട് ഞാനതൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാം. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പഴം ഇട്ടിട്ട് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് 2 ഭാഗവും നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. പഴമൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനിയാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബീഫ് മസാല ഈ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാനിതാ ഒരു പഴത്തിന്റെ ഒരു സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ഒരു എൻഡിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് മസാല വെച്ചിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. ഈ പഴം ഇങ്ങനെ
ഒട്ടി പിടിച്ച് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ബനാന റോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.